ഞങ്ങളിതേ ഇപ്പോൾ വന്നേക്കുന്നത് അസേറയിലാണ്. ഇവിടെ നിന്നാണ് ട്ടോ നമ്മൾ അക്ബർ ഖാൻ്റെ ഡ്രസ്സല്ലാട്ടാ ഞങ്ങളുടെ ഡ്രസ്സ് ഫോർ അക്ബർ ഖാസ് ആൻഡ് ഷെറിൻസ് മാരേജ് റിസപ്ഷൻ നമ്മൾ എടുത്തേക്കുന്നത്. നല്ല അടിപൊളി ഔട്ട്ഫിറ്റ്സ് ആണ് ട്ടോ അസേറയിലുള്ളത്. അവിടെ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും ഔട്ട്ഫിറ്റ്സ് ഇട്ടപ്പോൾ തന്നെ അയ്യോ! ഭയങ്കര ഇഷ്ടമായിട്ട് നിൽക്കായിരുന്നു. ഭയങ്കര, ഭയങ്കര, ഭയങ്കര ഇഷ്ടമായിട്ട് നിൽക്കായിരുന്നു ട്ടോ. അത്രയും പെട്ടെന്നൊന്ന് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ച് നിൽക്കായിരുന്നു. കാരണം അത്ര ഭംഗി തോന്നി അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ട്ടോ. അപ്പോൾ കുറേ ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാരേജ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അസേറ എന്തായാലും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി നല്ല അടിപൊളി കിടുക്കാച്ചി കോസ്റ്റ്യൂംസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അടുത്ത ദിവസമാണ് ട്ടോ നേരെ തൃശ്ശൂർക്ക് തിരിച്ചത്. നമ്മൾ അന്ന് രാത്രി തിരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പ്രത്യേക സാഹചര്യങ്ങളാൽ നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ പോയിട്ടോ. കെന്നയുടെ കൂടെയാണ് നമ്മൾ പോയത് തൃശ്ശൂരേക്ക്. പിന്നെ അനുവും കൂടെ ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂരേക്ക് വരാമെന്നായിരുന്നു പ്ലാൻ. അപ്പം നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ എന്നായിരുന്നു കേട്ടോ നമ്മളുടെ ഒരു എന്താ അറിയില്ല, നമ്മുടെ ആ ഒരു എന്താ പറയുക കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്തുള്ള റൂമും കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ല പാടായിരുന്നു കേട്ടോ. അത്യാവശ്യം മിക്കത് നമ്മൾ വിളിച്ചു ചോദിച്ചതൊക്കെ ഫുള്ളായിരുന്നു. എങ്ങനെയോ ഒരു ഭാഗ്യത്തിന് ഒറ്റൊരു റൂം ആണ് ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നത് കേട്ടോ. അത് നമ്മൾ അങ്ങനെ തന്നെ ബുക്കും ചെയ്യുകയും ചെയ്ത്. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയേക്കുന്നത്. നമ്മൾ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ റിസപ്ഷനിൽ. അങ്ങനെ അവർ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. നമ്മൾ വന്നപ്പോൾ തന്നെ റൂം കുഴപ്പമില്ലായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവൾ കുറച്ച് ഇങ്ങനത്തെ ബാറും കാര്യങ്ങളും വാങ്ങി ഓൾറെഡി വെച്ചത് കൊണ്ട് നമുക്ക് ചെന്നപ്പോൾ തന്നെ വിശപ്പെടുക്കാനായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് കല്യാണത്തിന് പോവല്ലേ അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ബാറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ടൈം കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡാനു എത്തുന്നത്. അവൾ വന്നിട്ട് നൂറേനെ കണ്ടിട്ട് എങ്ങനെയാ നീ തടി കുറഞ്ഞു എന്നൊക്കെ ചോദിച്ചു. അവളാണെങ്കിൽ നൂറ ഭയങ്കര ഷുഗർ കട്ടും കാര്യങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അവൾ ഇത്ര വെയിറ്റൊക്കെ ലോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം അത്യാവശ്യം ക്ഷീണിച്ചേക്കുന്നത്. അതൊക്കെ അവൾ നോക്കുകയായിരുന്നു കേട്ടോ. റിസപ്ഷൻ്റെ വീഡിയോസിൽ കുറച്ച് നമ്മൾ കമൻസ് കണ്ടിട്ട് ഉണ്ടായിരുന്നു. അതായത് നൂറയ്ക്ക് എന്ത് പറ്റി, ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോയല്ലോ, എന്ത് പറ്റി എന്നൊക്കെ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസിൻ്റെയും കാര്യങ്ങളുടെയും ഭാഗമായിട്ടല്ല അവൾ തടി കുറഞ്ഞേക്കുന്നത്. ഫുഡ് കുറച്ച് പിന്നെ ഷുഗർ കട്ടൊക്കെ ചെയ്ത് അത്യാവശ്യം ഒരു 3 വീക്സ് ആയിട്ട് ഷുഗറൊന്നും അവൾ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതായിട്ടാണ്. അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് റെഡി ആവട്ടെ, എന്നാലും ഞങ്ങൾക്ക് വേഗം അക്ബർക്കാട് കല്യാണത്തിന് പോകാൻ പറ്റത്തുള്ളൂ.